നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത് DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതും നവരാത്രി ഘോഷയാത്രയുടെ ചരിത്രത്തെയും കുറിച്ചാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ രാത്രി 8:30 എത്തുന്ന നവരാത്രി ഘോഷയാത്ര നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ആചാര പഴമയുടെ പല്ലക്കിൽ എത്തിച്ചേരുന്ന നവരാത്രി വിഗ്രഹങ്ങളെ നെയ്യാറ്റിൻകര നഗരസഭയുടെയും ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ച് രാത്രി ക്ഷേത്രത്തിൽ വിശ്രമിച്ചിട്ട് രാവിലെയാണ് നഗരത്തിലേക്ക് പോകുന്നത്. സ്വാതി തിരുനാൾ മഹാരാജാവ് ചിട്ടപ്പെടുത്തി നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരമാണ് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷം. കേരള ചരിത്രത്തിന്റെ മായാത്ത ഈ പൈതൃകം കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകം കൂടെയാണ്. ഈ ഘോഷയാത്രയെ അനന്തപുരി ഭക്തിപൂർവം ആഹ്ലാദാരവങ്ങളോടെ വരവേൽക്കുമ്പോൾ നെയ്യാറ്റിൻകരക്കാർക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു വരവേൽപ്പുത്സവം കൂടെയാണ്. പണ്ട് തിരുവിതാംകൂർ പ്രദേശത്ത് ഉൾപ്പെട്ടിരുന്ന കന്യാകുമാരി ജില്ല തമിഴ്നാടിനോട് ചേർക്കപ്പെട്ടുവെങ്കിലും ഇതുവഴി ഇവിടുത്തെ ജനത ഹൃദയം കൊണ്ട് ഐക്യപ്പെടുകയാണ്. കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട കൽക്കുളം പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കൊട്ടിൽ നിന്ന് സരസ്വതി ദേവി, വേളിമലയിലെ കുമാരകോവിലിൽ നിന്നും വേലായുധ സ്വാമി, ശുശീന്ദ്രത്തിൽ നിന്നും മുന്നൂറ്റി മങ്ക എന്നീ വിഗ്രഹങ്ങളെയാണ് ആചാരപരമായ ഘോഷയാത്രയോടെ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. സരസ്വതി ദേവിയെ ആനപ്പുറത്തും കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്തും മുന്നൂറ്റി നങ്കയെ പല്ലക്കിലും കൊണ്ടുവരും. വേലിത്തമ്പി തളവിയുടെ അമ്മ കാണിക്ക വെച്ചതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര. സരസ്വതി വിഗ്രഹത്തെ കിഴക്കേ നടയിലെ കരിവേലിപ്പുറം മാളികയിലുള്ള ചൊക്കട്ട മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും. രാജകുടുംബാംഗങ്ങൾ ആയുധങ്ങളും ഗ്രന്ഥക്കെട്ടുകളും വിഗ്രഹത്തിന് മുൻപിൽ പൂജ വയ്ക്കും. കുമാരസ്വാമിയെ നഗരപരിധിയിലുള്ള ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റി മങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും ആനയിക്കും. നവരാത്രി സംഗീതോത്സവത്തിന് കൂടെ തിരിതെളിയുന്നതോടെ തലസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നാഞ്ചിനാട്ടിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ്. ഇവിടെയുള്ള കൽക്കുളം താലൂക്കിലെ പത്മനാഭപുരം കൊട്ടാരം മാത്രം കേരള സർക്കാരിന്റെ അധീനതയിലാണെങ്കിലും കൊട്ടാരത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള തേവാരക്കെട്ടിലുള്ള സരസ്വതി ക്ഷേത്രം കന്യാകുമാരി ദേവസ്വത്തിന്റെ കീഴിലാണ്. ഇവിടെയുള്ള വിഗ്രഹമാണ് നവരാത്രി കാലത്ത് ഘോഷയാത്രയായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിലെ മഹാകവി കമ്പർ പൂജിച്ചിരുന്നതാണ് ഈ വിഗ്രഹം. ഈ സമയത്ത് തേവാരക്കെട്ടിലെ പീഠത്തിൽ സാളഗ്രാമങ്ങളായിരിക്കും പൂജിക്കുക. സരസ്വതി വിഗ്രഹത്തിനും ഒരു കഥയുണ്ട്. വള്ളിയൂർ രാജാവിന്റെ സദസ്സിലായിരുന്ന മഹാകവി കമ്പർ താൻ പൂജിച്ചിരുന്ന സരസ്വതി വിഗ്രഹം തന്റെ ജീവിത സായാന്തരമായപ്പോൾ വേണാട്ടിലെ കുലശേഖര പെരുമാളിനെ സമർപ്പിച്ചു അത്രേ. വിഗ്രഹത്തെ ആചാരവിധികളോടെ സംരക്ഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ. 9-ാം നൂറ്റാണ്ടിലായിരുന്നു ഇത് എന്ന് കരുതപ്പെടുന്നു. അന്ന് മഹാകവിക്ക് കുലശേഖര പെരുമാൾ നൽകിയ ഉറപ്പ് പിൽക്കാലത്ത് വേണാട്ടധിപന്മാരും തുടർന്നു വന്ന തിരുവിതാംകൂർ മഹാരാജാക്കന്മാരും തെറ്റിച്ചില്ല. പിന്നീട് കേരള സംസ്ഥാനം രൂപപ്പെടുകയും ജനകീയ ഭരണം വരികയും ചെയ്തപ്പോഴും ഇത് തുടരുന്നു. കുലശേഖര പെരുമാൾ ഈ വിഗ്രഹം സൂക്ഷിക്കാൻ തിരഞ്ഞെടുത്തത് പത്മനാഭപുരം കൊട്ടാരമായിരുന്നു. അന്നത് വലിയ കോയിക്കൽ കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്നത്തെ ശൈലിയിൽ പത്മനാഭപുരം കൊട്ടാരം പുതുക്കി പണിഞ്ഞത്. കൊട്ടാരത്തിന് കിഴക്ക് ഭാഗത്തുള്ള തേവാരക്കെട്ടിൽ അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അക്കാലത്ത് നവരാത്രി ആഘോഷങ്ങൾ ഇവിടെയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തിനു ശേഷം അധികാരമേറ്റ ധർമ്മരാജാവെന്നറിയപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോഴും ഈ പദവിന് മാറ്റമുണ്ടായില്ല. എന്നാൽ 1788, 1791, 1804 വർഷങ്ങളിൽ ഈ വിഗ്രഹം മാവേലിക്കരയിൽ നവരാത്രി കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1838 പത്മനാഭപുരത്ത് വെച്ച് അവസാനമായി വിഗ്രഹ പൂജ നടന്നത്. വലിയ ആഘോഷമായിട്ടാണ് നടത്തിയത്. ഒരു തവണ ഹരിപ്പാട്ട് കൊട്ടാരത്തിലും പൂജ വെച്ചിട്ടുണ്ട്. ഒട്ടേറെ തവണ ഇത് മോഷണം പോയതിന്റെയും വീണ്ടെടുത്തതിന്റെയും കഥകൾ ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ടു. സ്വാതി തിരുനാളിന്റെ മുൻകൈ നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് നവരാത്രി വിഗ്രഹങ്ങളെ സ്ഥിരമായി ഘോഷയാത്രയായി എഴുന്നള്ളിക്കുന്ന സ്ഥിരം സംവിധാനമുണ്ടായി. സ്വാതി തിരുനാൾ മഹാരാജാവായിരുന്നപ്പോഴാണ് 1839 മുതലാണ് ഇത് തുടങ്ങിയത്. ഘോഷയാത്രയ്ക്കും നവരാത്രി ആഘോഷങ്ങൾക്കും ഇന്ന് കാണുന്ന ചിട്ടയ സൗന്ദര്യം ഉണ്ടാക്കിയതിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. വിദ്യയുടെയും സുകുമാര കലയുടെയും പ്രതീകമായി സരസ്വതി വിഗ്രഹവും ആയുധവിദ്യയുടെ പ്രതീകമായി വേലായുധ സ്വാമിയും ശക്തി പൂജയുടെ പ്രതീകമായി ശുശീന്ദ്രത്തിൽ നിന്നും 300 നങ്കയും ആചാരപരമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇക്കാലത്ത് 9 ദിവസത്തെ നവരാത്രി സംഗീതോത്സവത്തിനും തുടക്കം കുറിച്ചു. ഓരോ ദിവസവും അതിൽ പാടേണ്ട രാഗങ്ങളെയും കൃതികളെയും കുറിച്ച് വ്യവസ്ഥയുണ്ടാക്കി. സ്വാതി തിരുനാൾ കൃതികളാണ് പാടുന്നത്. നാഞ്ചിനാട്ടിൽ ഉൾപ്പെട്ട കൃഷ്ണമതക്കാരാണ് വിഗ്രഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്.
പഴയ ആയിരാജ വംശത്തിലെ യാദവന്മാരുടെ പിൻഗാമികളാണ് ഇവരെന്ന് കരുതപ്പെടുന്നത്. 3 ആറുകൾ കടന്നു വേണം ഘോഷയാത്ര ഇവിടെ എത്തുന്നത്. കുഴുത്തറ, നെയ്യാറ്റിങ്കര, കരമന പാലങ്ങളും യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് യാത്ര അനായാസമായിരുന്നില്ല. അതിന് പ്രതിഫലമായി അവർക്ക് 3 സ്വർണ്ണ നാരങ്ങ നൽകുന്ന പതിവുണ്ടായിരുന്നു. രാജഭരണം അവസാനിച്ചതോടെ അതും അവസാനിച്ചു. കരിവേലിപുരം മാളിക പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പത്മതീർത്ഥ കുളത്തിന് എതിർവശത്താണ്. കരിവാരപുരം മാളിക കരിവേലം മാളിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിന്റെ ട്രഷറിയായിരുന്നു അത്. കരിവേലി എന്നതിന്റെ അർത്ഥവും പുത്തൻ മാളിക കൊട്ടാരത്തിന്റെ ഭാഗമാണിത്. അതിന്റെ താഴത്തെ നിലയിലെ ചൊക്കട്ട മണ്ഡപത്തിലാണ് സരസ്വതി വിഗ്രഹം പൂജിക്കുന്നത്. നൃത്തമരങ്ങേറിയിരുന്ന ചൊൽക്കട്ട മണ്ഡപം ലോപിച്ചാണ് ചൊക്കട്ട മണ്ഡപമായത്. നവരാത്രി പൂജയ്ക്കായി ഈ മണ്ഡപത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ചുവന്ന അടക്കയും നാരങ്ങയും വാഴക്കുഴകളും കൊണ്ടാണ് നേരത്തെ അലങ്കാരം തീർത്തിരുന്നത്. പിൽക്കാലത്ത് ഇത് തടികൊണ്ടുള്ള ശില്പങ്ങളിലാക്കി. കൊഴുന്തും മുല്ലയും ഉൾപ്പെടെയുള്ള മണമുള്ള പുഷ്പങ്ങൾ നിറയ്ക്കും. സുഗന്ധദ്രവ്യങ്ങൾ തളിക്കും. അതോടെ ചൊൽക്കട്ട മണ്ഡപത്തിൽ നവരാത്രി കാലത്ത് പ്രത്യേക സൗരഭ്യം നിറഞ്ഞു നിൽക്കും. ഈ അന്തരീക്ഷത്തിലാണ് പകിടശാലയിൽ ദിവസവും 6 മുതൽ 8:30 വരെ സംഗീതോത്സവം നടക്കും. ഉച്ചഭാഷണികളില്ലാത്ത ആ കാലത്ത് പ്രത്യേക തരത്തിലുള്ള മൺകുടങ്ങളാണ് ശബ്ദ ഗ്രവീകരണത്തിന് ഉപയോഗിച്ചിരുന്നത്. പലതരത്തിലുള്ള മൺകുടങ്ങൾ തലകീഴായി കെട്ടിത്തൂക്കുമായിരുന്നു. അതിൽ ശബ്ദം പ്രതിഫലിക്കുമായിരുന്നു. ഇപ്പോൾ ഉച്ചഭാഷണികളായി. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ പടിക്കെട്ടുകളിലിരുന്ന് സംഗീതം ആസ്വദിക്കാം. മുല്ലാട് ഭാഗവതർമാർ മാത്രമാണ് ആദ്യകാലത്ത് സംഗീതോത്സവത്തിൽ പാടിയിരുന്നത്. 1933-34 വർഷങ്ങളിൽ തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധിപനായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അതിൽ പരിഷ്കാരം വരുത്തുകയും രാജ്യത്തെ പ്രശസ്തരായ ഗായകരെ സംഗീത വിരുന്നിൽ ക്ഷണിക്കുകയും ചെയ്തു. ആ പതിവ് ഇപ്പോഴും തുടരുന്നു. ഇതിനോട് ചേർന്ന കുതിരമാളിക സ്വാതി തിരുനാൾ മഹാരാജാവാണ് പണി കഴിപ്പിച്ചത്. കേരളീയ ശില്പകലയുടെ അനശ്വര മാതൃകയാണിത്. ഇന്നത് തിരുവിതാംകൂർ ചരിത്ര മ്യൂസിയമാണ്. അപൂർവമായ ആയുധങ്ങൾ, ശില്പങ്ങൾ, പുരാവസ്തു ശേഖരങ്ങൾ എന്നിവ തിരുവിതാംകൂർ എന്ന മഹാസാമ്രാജ്യത്തിന്റെ ഇന്നലകളെ കുറിച്ച് നമ്മളോട് സംവദിക്കുന്നു. ഇതിനോട് ചേർന്ന ലെവി ഹാളും ചരിത്ര മ്യൂസിയമാണ്. വിജയദശമി ദിവസം പൂജ ഇളക്കി കഴിഞ്ഞാൽ ആര്യശാലയിൽ നിന്നും വേലായുധ സ്വാമിയുടെ വിഗ്രഹം 4 കിലോമീറ്റർ അകലെയുള്ള പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. രാജഭരണം നടന്നിരുന്ന കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ 5 വെള്ളി കുതിരകളെ പൂട്ടിയ രഥത്തിൽ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് അഹമ്പടി സേവിക്കുമായിരുന്നു. അവിടെ പ്രത്യേക പൂജകൾക്ക് ശേഷം രാജകുടുംബാംഗങ്ങളും മഹാരാജാവും വേലായുധ സ്വാമിക്ക് മുൻപിൽ ആയുധാഭ്യാസങ്ങൾ നടത്തുമായിരുന്നു. ഈ ഘോഷയാത്രയ്ക്ക് സാക്ഷിയാകാൻ റോഡിന് ഇരുവശവും പൗരാവലി തടിച്ചുകൂടുമായിരുന്നു. ഇന്നും തേരും കുതിരയും ഒന്നും ഇല്ലെങ്കിലും രാജകുടുംബാംഗങ്ങളെത്തി ആയുധാഭ്യാസം നടത്താറുണ്ട്. കരിവേലപ്പുര മാളികയിൽ നിന്ന് സരസ്വതി വിഗ്രഹത്തെ ഇവിടേക്ക് എഴുന്നള്ളിക്കുന്ന പതിവ് സമീപകാലത്താണ് ആരംഭിച്ചത്. നവരാത്രി പൂജ കഴിഞ്ഞ് തിരികെ പോകുമ്പോഴും നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിച്ചിട്ടാണ് മടങ്ങാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.